വിവാദ അഭിമുഖത്തിലെ PR ഏജൻസിയുടെ പങ്ക് വിശദീകരിക്കാൻ കഴിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസും CPIM-ഉം. ദ ഹിന്ദു പത്രത്തിന്റെ വിശദീകരണത്തോടെ വിവാദം അവസാനിക്കുമെന്നായിരുന്നു പാർട്ടിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ PR ഏജൻസിയുമായി മുഖ്യമന്ത്രിയുടെ ബന്ധം എന്തെന്ന ചോദ്യമാണ് ഇപ്പോൾ CPIM-നെ പ്രതിരോധത്തിലാക്കുന്നത്. മുഖ്യമന്ത്രി പറയാത്ത കാര്യം അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയ ഏജൻസിക്കും പത്രത്തിനുമെതിരെ നിയമ നടപടി ഉണ്ടാകുമോ എന്നതിലും വ്യക്തതയില്ല. മലപ്പുറം വിവാദം അവസാനിപ്പിക്കാൻ മുന്നോട്ട് വെച്ച ആയുധം തിരിച്ചടിച്ച അവസ്ഥയാണ് മുഖ്യമന്ത്രിക്കും CPIM-നും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിക്കുള്ള സ്വീകാര്യത തകർക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന നീക്കമെന്നാണ് CPIM പ്രതിരോധം. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി നൽകിയ കത്തിന് പിന്നാലെയാണ് അഭിമുഖം PR ഏജൻസി വഴിയാണ് നടത്തിയതെന്നും വിവാദമായ പരാമർശം കെയ്സൺ ഏജൻസി രേഖാമൂലം എഴുതി നൽകിയതാണെന്നും ദ ഹിന്ദു വിശദീകരിച്ചത്. ഇതോടെ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും നാവടഞ്ഞു. വിവാദ പരാമർശം ഉൾപ്പെടുത്താൻ PR ഏജൻസിക്ക് ആരെങ്കിലും നിർദ്ദേശം നൽകിയതാണോ, PR ഏജൻസി സ്വമേധയാ ചെയ്തതാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിനിടയിലാണ് അഭിമുഖം നടക്കുന്ന സമയം മുൻ CPM MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യവും ഒപ്പമുണ്ടായിരുന്നുവെന്ന വിവരം പുറത്തുവന്നത്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണമുയർന്നാൽ പ്രസ്താവനയെങ്കിലും ഇറക്കി പാർട്ടി പ്രതിരോധിക്കാറുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ CPM നേതൃത്വം ഇതുവരെ മൗനം വെടിഞ്ഞിട്ടില്ല. PR സഹായം തേടിയിട്ടില്ലെന്ന് പറഞ്ഞ മന്ത്രിമാരും ചില നേതാക്കന്മാരും പ്രതിരോധം തീർക്കുന്നുണ്ടെങ്കിലും നേതൃത്വം ഇപ്പോഴും മൗനത്തിലാണ്. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങും മുൻപ് PR വിവാദത്തിൽ വ്യക്തത വരുത്തണമെന്ന ആലോചന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നുണ്ടെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ CPM-ന്റെ പ്രതികരണവും ഇന്നുണ്ടായേക്കും. 24 തിരുവനന്തപുരം.